ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ് SSLC. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ചോദിക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. രണ്ട്, നിങ്ങൾക്ക് സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ മിഡ് ടേം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന്, സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാണ് പഠിക്കാൻ? സോഷ്യൽ സയൻസ് 1 അഥവാ ഹിസ്റ്ററി ആണോ, സോഷ്യൽ സയൻസ് 2 അഥവാ ജോഗ്രഫി ആണോ? ഈ മൂന്നിൻ്റെയും ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ശ്രദ്ധിച്ചു, നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസ് 1 അഥവാ ഹിസ്റ്ററിയിൽ നിന്ന് 1, 2, 3 എന്നീ ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് ചോദിക്കുക. സോഷ്യൽ സയൻസ് 2 അഥവാ ജോഗ്രഫിയിൽ നിന്ന് 1, 2, 4 എന്നീ ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് ചോദിക്കുക. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്? ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ്. ഇറ്റ്സ് മീ നാഫി. അപ്പം 10ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഹിസ്റ്ററിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതായത് ഒന്നാമത്തെ എന്താ, വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിച്ചത്? അതിനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, അത് പഠിക്കണം. പിന്നെ ഹ്യൂമനിസവും അതേപോലെ തന്നെ സ്കോളാസിസവും, അല്ലെ, അതായത് ഹ്യൂമനിസം അഥവാ മാനവികതയും അതേപോലെ തന്നെ സ്കോളാസിസവും പഠിച്ചു വെക്കണം. പിന്നെ ഈ റിനൈസൻസ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിലെ ആർട്ട് അഥവാ കല, ലിറ്ററേച്ചർ അഥവാ സാഹിത്യം, പെയിന്റിംഗ് അഥവാ ചിത്രരചന, സ്കൾപ്ചർ അഥവാ പ്രതിമാ നിർമ്മാണം, ആർക്കിടെക്ചർ അഥവാ വാസ്തുവിദ്യ, സയൻസ് അഥവാ ശാസ്ത്രം. ചിലപ്പോൾ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഇതിലൊരേ ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അവർ ചെയ്ത വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. മൈക്കലാഞ്ചലോ അടക്കമുള്ള ആളുകളുടെ പേരുകളും വർക്കൊക്കെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ റിഫോർമേഷൻ അഥവാ മതനവീകരണം എന്താണെന്നും കൗണ്ടർ റിഫോർമേഷൻ അഥവാ പ്രതിമത നവീകരണം എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതൊന്ന് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ്. മാർട്ടിൻ ലൂതറിൻ്റെ പേരുകളും ഇറാസ്മസ്, തോമസ് മൂർ എന്നുള്ള പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകൾ ഓർത്ത് വെച്ചോ, 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് വെതർ ആൻഡ് ക്ലൈമറ്റ്സ് ആൻഡ് എലമെന്റ്സ് ഓഫ് വെതർ, കാലാവസ്ഥ എന്താണ്, ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ്, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില, ആ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, കൂടിയ താപനില, കുറഞ്ഞ താപനില, സമതാപ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തെന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഈ ഗ്ലോബൽ പ്രഷർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 3 മാർക്കിന് എന്ത് ചെയ്യും, എക്സാമിന് ചോദിച്ചേക്കാം. അന്തരീക്ഷ മർദ്ദവും ആഗോള മർദ്ദ മേഖലകളും. പിന്നെ വിൻഡ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ്, കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ 3 അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹ്യൂമിഡിറ്റി, ആർദ്രത എന്താണെന്നും ആർദ്രതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇതിൽ കണ്ടൻസേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്, മേഘങ്ങൾ, വിവിധ തരത്തിലുള്ള മേഘങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് റെയിൻഫോൾ, വിവിധ തരം മഴകൾ. മിക്കവാറും ഈ ഒരു ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിൻ്റെ എസ്സേ ചോദിക്കാൻ ചാൻസ്. ഒന്ന് ടൈംസ് ഓഫ് റെയിൻഫോൾ അഥവാ മഴയും, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ അഥവാ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എസ്സേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അവിടെ ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ആൻഡ് മിഡിൽ ക്ലാസ്സിലെ ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥയും മധ്യവർഗ്ഗം വരെ നമുക്കറിയാം. ക്ലർഗി, നോബിൾസ്, കോമൺസിലെ പ്രഭുക്കന്മാർ, പുരോഹിതർ, സാധാരണക്കാർ, ഇങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. അവരുടെ സവിശേഷത പഠിക്കണം. പിന്നെ അന്ന് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് അഥവാ സാമ്പത്തിക പ്രതിസന്ധി. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, വോൾട്ടേർ, റൂസോ, മൊണ്ടസ്ക്യൂ, അവരുടെ പേരുകളും അവർ ചെയ്ത കാര്യങ്ങളും പഠിച്ചു വെക്കണം. പിന്നെ ടെന്നീസ് കോർട്ട് ടോത്ത് അഥവാ ടെന്നീസ് കോടതി പ്രതിജ്ഞ. പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, അതിനുള്ള കാരണങ്ങൾ. അതിനുശേഷം അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിലവിൽ വന്നു. പിന്നെ റിസൾട്ട്, അതിൻ്റെ ഫലം വന്നു. അതിനുശേഷം കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി, പൊതുരക്ഷാ കമ്മിറ്റി വരികയും അവർ ഗില്ലറ്റിന് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ നെപ്പോളിയൻ റിഫോംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെപ്പോളിയനും അദ്ദേഹം ചെയ്തിട്ടുള്ള പരിഷ്കാരങ്ങളും. പിന്നെ വിയന്ന കോൺഗ്രസ് അഥവാ വിയന്ന കോൺഗ്രസും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് എന്ത് ചെയ്യും, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 6 കാലാവസ്ഥ മേഖലകൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഒന്നാമത്തെ കാലാവസ്ഥ മേഖലയായിട്ടുള്ള ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയും അവസാനത്തെ കാലാവസ്ഥ മേഖലയായിട്ടുള്ള തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ അഥവാ തുന്ദ്ര കാലാവസ്ഥ മേഖലയും കുറിച്ച് നമ്മൾ 3rd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബാക്കി 6 കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിക്ക് അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ സവിശേഷത, അവിടുത്തെ കാര്യങ്ങൾ, മാപ്പ് അടക്കം ഇതൊന്ന് ചോദിക്കണം. 2nd ചാപ്റ്ററിൽ മാപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചിരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്
അഥവാ കാലാവസ്ഥാ മാറ്റവും ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ ഹരിതഗ്രഹ പ്രഭാവവും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് കുറച്ചൊരു പുതിയൊരു ടൈപ്പ് ടോപ്പിക്കാണ്. സോഷ്യോളജി, സമൂഹശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യൽ അനാലിസിസ് ആൻഡ് ലിമിറ്റേഷൻസിൽ, അതായത് സാമാന്യ ബോധജ്ഞാനം എന്താണ് എന്നും അതേപോലെ സോഷ്യൽ അനാലിസിസ്, സാമൂഹിക വിശകലനം എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇമാജിനേഷൻ, സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലെ സവിശേഷത, നമ്മളൊരു ടേബിൾ ഇങ്ങനെ പോയിന്റ് ആക്കി പഠിച്ചിട്ടില്ലേ, അത് വിത്ത് എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ കോമൺ നോളജ് അപ്രോച്ച് ആൻഡ് സോഷ്യോളജിക്കൽ അപ്രോച്ച്, അതായത് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച് അല്ലേ, അതായത് സാമാന്യ ബോധജ്ഞാനവും സാമൂഹ്യശാസ്ത്ര സങ്കല്പവും ഈ രണ്ട് തരത്തിലുള്ള ഇതിൻ്റെ കമ്പാരിസൺസ് അഥവാ താരതമ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഓണം എക്സാമിനുണ്ട്. അതിൽ യൂട്ടിലിറ്റി അഥവാ ഉപയോക്തൃ എന്താണെന്ന് പഠിക്കണം. പിന്നെ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്സിൽ, അതായത് കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുള്ള 2 നിയമങ്ങളുണ്ട്, ആ 2 നിയമങ്ങളും പഠിച്ചിരിക്കണം. പിന്നെ കൺസ്യൂമർ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഉപഭോക്തൃ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ പേരും അവരുടെ ഫംഗ്ഷൻസും. പിന്നെ ഒരുപാട് സയൻസ് ആൻഡ് സിമ്പിൾസ്, നമ്മൾ ചിഹ്നങ്ങളും അടയാളങ്ങളും പഠിക്കുന്നുണ്ട്. പിന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ അഥവാ ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇത്രയുമാണ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് SSLC സ്റ്റഡി മെറ്റീരിയൽസിന് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് SSLC സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ എഡ്യൂപോർട്ട് SSLC എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ ഒരു വീഡിയോ മാക്സിമം 10ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം അവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 1ാമത്തെ ചാപ്റ്റർ എഡ്യൂപോർട്ട് ആപ്പിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് വൃത്തിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ നിങ്ങൾ എഡ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അന്ന് ഫസ്റ്റ് ചാപ്റ്റർ കണ്ടുപഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.